ഹലോ, ഇന്നത്തെ വീഡിയോയിൽ SBI ബാങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പുതിയ ATM അപേക്ഷിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഞാനിവിടെ onlinesbi.com എന്നുള്ള SBIൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം പേഴ്സണൽ ബാങ്കിങ്ങിൽ ഞാനിവിടെ ലോഗിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാണ്. വരുന്നൊരു പേജാണിത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ടു ലോഗിൻ കൊടുത്തു. ഇനി നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിമും പാസ്വേഡും അടിച്ചതിന് ശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലോഗിൻ ആവുന്നതാണ്. ഇപ്പോൾ ഇവിടെ സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. ഇതിപ്പം കംപ്ലീറ്റ് സൈറ്റ് നല്ലോണം അല്ല ലോഡായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. നെക്സ്റ്റ് പേജിൽ അത് കറക്റ്റ് ആവുന്നതാണ്. സർവീസസിൽ ഞാനിവിടെ ATM കാർഡ് സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഈ സർവീസസ് തന്നെയാണ് ഇപ്പോഴും ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ ATM കാർഡ് സർവീസസ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. അതിലിപ്പോൾ നിങ്ങളുടെ ATM കാർഡിന് റിലേറ്റഡ് ആയിട്ട് ഏതാണോ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് ATM ഓർ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. എനിക്ക് പുതിയൊരു ATM കാർഡിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമാണുള്ളത്, അതുകൊണ്ട് ഞാനിവിടെ ഇത് ക്ലിക്ക് ചെയ്യാണ്. ഇപ്പോൾ എനിക്കിവിടെ എൻ്റെ അക്കൗണ്ട് നമ്പറും അതേപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പും ബ്രാഞ്ചുമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു ഒരു അക്കൗണ്ട്. എൻ്റെ നെയിമിൽ ഒരൊറ്റ അക്കൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ആ ഒരു അക്കൗണ്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാനിവിടെ എനിക്കിവിടെ എൻ്റെ നെയിം ഓൺ ദി കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ ഞാൻ എൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം എൻ്റെ കാർഡിൻ്റെ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ ചൂസ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡാണോ മൈ കാർഡാണോ എന്നുള്ളത് അവരതിൽ ചോദിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ രജിസ്റ്റേർഡ് അഡ്രസ്സ് നിങ്ങൾ മുമ്പ് കൊടുത്ത അഡ്രസ്സ് തന്നെയാണോ അതോ പുതിയ അഡ്രസ്സ് വേണോ എന്നുള്ളത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രജിസ്റ്റേർഡ് അഡ്രസ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഓൾഡ് അഡ്രസ്സിലോട്ട് തന്നെയാണ് എനിക്ക് വരേണ്ടത്. ഇനി പുതിയ അഡ്രസ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അടുത്തത് ഒരു ഓപ്ഷൻ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടെ പ്രൊഫൈൽ പാസ്വേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പ്രൊഫൈൽ പാസ്വേഡ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിന് വേണ്ടിയിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്രൊഫൈൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. ഇപ്പോൾ എനിക്ക് കാണാം കൺഗ്രാറ്റുലേഷൻസ് യുവർ കാർഡ് റിക്വസ്റ്റ് ഹാസ് ബീൻ റെക്കോർഡഡ് ആൻഡ് നമ്മുടെ 7 to 8 വർക്കിംഗ് ഡേയ്സിൽ തന്നെ നമ്മുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലോട്ട് ഡെബിറ്റ് കാർഡ് സെൻഡ് ആവുന്നതാണ് എന്നാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പുതിയൊരു ATM കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് തന്നെ റിലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.